ക്രിസ്മസ് അല്ലേ, നമുക്കൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. ഞാൻ കുറച്ച് ക്ലേ വാങ്ങിയായിരുന്നു. എന്നിട്ട് ആ ക്ലേ കൊണ്ട് ഇങ്ങനെ ഒരു പുല്ലിൻ്റെ ബെഡ് പോലെ ആദ്യം ഉണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പില്ല, ആ ഷേപ്പ് പോലെ ഇങ്ങനെ കൈവച്ച് തന്നെ കേട്ടോ, ടൂളൊന്നുമില്ല, കൈവച്ച് തന്നെ അത് ഇങ്ങനെ വലിച്ച് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഏകദേശം ഒരു ഷേപ്പ് ആക്കി എടുത്തു കേട്ടോ. നമുക്കിത് കൈകൊണ്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് ബിഗിനേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ കത്രിക എടുത്തിട്ട് ആ ക്രിസ്മസ് ട്രീയുടെ ഇല പോലെ ഇങ്ങനെ വെട്ടി കൊടുക്കണം. അപ്പം നിങ്ങൾ ഓർക്കുന്നത് ഇങ്ങനെയാണ്, ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആയില്ലേ. അങ്ങനെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് തടി വേണമല്ലോ. അങ്ങനെ അടിയിലിത് ഇങ്ങനെ കുറച്ച് ക്ലേ ഉരുട്ടിയിട്ട് ഇതിനകത്തോട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഇതെല്ലാം കൂടെ ആ പുല്ലിൻ്റെ ഇതിലോട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. പുല്ലെന്ന് ഉദ്ദേശിച്ച് നാളെ പെയിൻ്റ് അടിക്കുമ്പോൾ അത് പുല്ലാകും കേട്ടോ. എന്നിട്ട് അടിയിൽ ഉള്ളതിനകത്തോട്ട് കുറച്ച് കുത്തുകുത്ത് കത്രിക വെച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ പുല്ലായിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പിന്നെ കുറച്ച് സ്നോബോൾ പോട്ടെ, നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ തൂക്കാൻ കുറച്ച് ബോൾസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നാളെ ഉണങ്ങിയിട്ട് ഞാൻ പെയിൻ്റ് അടിച്ച് കാണിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും. ഇത് കാണണമെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.